സുഹൃത്തുക്കളെ, പ്രമോദ് പെരുന്നോണ്ണയാണ്. ഞാൻ ഇന്ന് പറയാൻ വരുന്നത് എന്താ അറിയോ? നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ കുറേ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ കുറേയൊക്കെ ഭംഗിയാണ്, ആളുകൾക്ക് സുരക്ഷിതത്വമുള്ളതാണ്, ഒക്കെ ശരിയാണ്. ഒന്ന് നമുക്ക് ആധാർ വേണം, പാൻ കാർഡ് വേണം, പിന്നെ പാസ്പോർട്ട് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഇതൊക്കെ പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, ഇതൊക്കെ ഓക്കെയാണ്. റേഷൻ കാർഡ് വേണം. ഈ അഞ്ചാറ് സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ഇന്ത്യൻ പൗരനാവാൻ കഴിയും. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഇത് കേൾക്കണ ഏതെങ്കിലും ഒരു ആൾക്ക് സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷിതത്വമുണ്ടോ? വേണ്ട. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന് വല്ല സുരക്ഷിതത്വമുണ്ടോ? ഇവരുടെയൊക്കെ മോർഫ് ചെയ്ത ഫോട്ടോസ് വരും, വീഡിയോസ് വരും. ഇവരുടെയൊക്കെ ഫേസ്ബുക്ക്, സിമ്മ്, വാട്സപ്പ്, ഇൻസ്റ്റ ഒക്കെ ഹാക്ക് ചെയ്യാം. ഏതും ഹാക്ക് ചെയ്യാം. ബാങ്ക് പിന്നെ അക്കൗണ്ടിൽ സുരക്ഷിതത്വം പറഞ്ഞ് ബാങ്കിലിട്ട പൈസ ഹാക്ക് ചെയ്യാം. അപ്പം നമുക്ക് ജീവിക്കാൻ എന്ത് സുരക്ഷിതത്വമാണ് ഗവൺമെൻറ് നമുക്ക് ഏൽപ്പിച്ചു തന്നുള്ളത്? എന്താണ് ഏർപ്പാടാക്കി തന്നിട്ടുള്ളത്? നമുക്ക് ഇത്രയും രേഖകളില്ലവനെ ഇന്ത്യൻ പൗരനായിട്ട് കൂട്ടുന്നുണ്ട്. ഈ ഇന്ത്യൻ പൗരന് എന്ത് സുരക്ഷിതത്വമാണ് ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ളത്? എന്തെങ്കിലും സുരക്ഷിതത്വമുണ്ട്? ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഇപ്പം നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കണതും ഇതൊക്കെ ആയിട്ടില്ലാണ്. നമ്മളൊക്കെ മൊബൈൽ ഹാക്ക് ചെയ്യാം, പിന്നെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാം, എന്തും ഹാക്ക് ചെയ്യാം. കാരണം നാട്ടിലത്തെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാൾ, പല ആളുകൾക്കും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ എതിരാളികളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എതിരാളികളുണ്ടാവും. പക്ഷേ ഇന്നലെ കണ്ടത് ഒരു അധ്യാപകൻ്റെ, ഞാൻ ആളെൻ്റെ അടുത്ത സുഹൃത്തല്ല, എൻ്റെ അടുത്ത റിലേഷനാണ്. 12:15 കിടികിടി സൗണ്ട് കേട്ടിട്ട് ഞാൻ നോക്കുകയാണ്. നോക്കുമ്പോൾ മൂപ്പരുടെ ടെലഗ്രാം ഹാക്ക് ചെയ്തിരുന്നു. ഹാക്ക് ചെയ്തിട്ട് വളരെ മോശമായ വീഡിയോസ് വരികയാണ്. ഇതിൻ്റെ മുമ്പ് ഒരു വർഷം മുമ്പ് ഒരു പാവപ്പെട്ട വീട്ടമ്മ, എൻ്റെ സ്കൂളിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി, കല്യാണം കഴിച്ച് വീട്ടമ്മയായി, 50 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട്, പേരക്കുട്ടികളുണ്ട്. ഈ പേരക്കുട്ടി ആ പിന്നെ മരുവോള് പ്രസവിച്ചിട്ട് ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് മദ്രാസ് പോയതായിരുന്നു ആ പെൺകുട്ടി. ആ വീട്ടമ്മ, ആ വീട്ടമ്മയുടെ പിന്നെ മോർഫ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ് എൻ്റെ മൊബൈലിലേക്ക് വരികയാണ്, എൻ്റെ ഫേസ്ബുക്കിൽ വരികയാണ്. അവർ ഫേസ്ബുക്ക് തന്നെ തുറക്കാത്തൊരു ലേഡിയാണ്. അപ്പം നമുക്ക് ഒരു അവരെ പറ്റിയിട്ട് ആ നാട്ടിൽ ഇപ്പം ഇത് സർവ്വസാധാരണമായിട്ട് ആവുകൊണ്ട് കുറേ ആളുകൾക്കൊക്കെ അറിയാം. അല്ലാത്ത ഇത് ആത്മഹത്യയില്ല ആളുകൾ. ചില സ്ത്രീകൾക്കൊന്നും ഇത്, ചില ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ട്. ആ സമയത്ത് തന്നെ ഫോൺ ചെയ്തിട്ട് നീ എന്തിനാ പിന്നെ മറ്റേ നേക്കഡ് ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇടുന്നു പറഞ്ഞാൽ അത് ആ ഒറ്റ ഫോൺ കോളിൽ വേണമെച്ചാൽ ആത്മഹത്യ ചെയ്യാം. അപ്പം നമ്മളെ ഗവൺമെൻറ് നമുക്ക് സുരക്ഷിതത്വം നൽകണുണ്ടോ? ഇത്തരം ഹാക്ക് ചെയ്യണ ആളുകളെ വെടിവെച്ച് കൊല്ലണം. അവരാണ് രാജ്യദ്രോഹികൾ. അല്ലാതെ ഇവിടുത്തെ ഹിന്ദു മുസ്ലിങ്ങളല്ല രാജ്യദ്രോഹികൾ. ഇവിടെ വെടിവെച്ച് കൊല്ലേണ്ടത് ഇത്തരം നായ്ക്കളെയാണ്, പേപ്പട്ടികളെ. ഒരു നിരപരാധികളായ അത് അവിടെ നിൽക്കട്ടെ. CPM-ൻ്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ഞാൻ അയാളെ ഫ്രണ്ടായിട്ട് 2 ദിവസം കഴിഞ്ഞില്ല, അയാളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരികയാണ്. ഞാൻ എടുത്ത് നോക്കിയിട്ട് രണ്ടാമത് തന്നെ എനിക്ക് ഫസ്റ്റിൽ നമ്മളൊന്ന് പരിശോധിക്കും. ആദ്യം അയാൾ ആരാണ്, അയാളെ പ്രൊഫൈലൊന്ന് നോക്കും.
ഇപ്പം ഈ പ്രൊഫൈല് ലോക്ക് ചെയ്യുകൊണ്ട് അതിനും സാധ്യതയില്ല. പക്ഷേ എന്തായാലും ആ പ്രൊഫൈല് നോക്കിയപ്പോൾ അവൻ ദുബായിൽ പെൺവാണിഭം നടത്തുന്ന ആളാണ്. പിന്നെ ഫുള്ള് നേക്കഡായ വീഡിയോസ് മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. അവനാണ് CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുടെ ഫ്രണ്ടായിട്ടുള്ളത്. അപ്പം ഇത് അവൻ്റെ മാത്രം സ്വകാര്യതയല്ല, അത് ഫേസ്ബുക്ക് ആകുമ്പോൾ അതിങ്ങനെ മാറി മാറി കൈമാറ്റം ചെയ്ത് പലരിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മളെ ഒരു മോശക്കാരനായിട്ട് കാണുകയാണ്. ഇതാണ് സംഭവിക്കണത്. വളരെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഫണ്ട് കണ്ടാൽ അപ്പം അത് അടിച്ചു മാറ്റാനായിട്ട് കമ്പ്യൂട്ടറും കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. നമുക്ക് പൈസ ഇട്ടിട്ട് പിന്നെ ഒരു കുട്ടിയുടെ കല്യാണമാണ്, ആ കല്യാണത്തിന് വെച്ച പൈസയാണ് ഇവർ അടിച്ചു മാറ്റണത്. അല്ലാതെ അംബാനിയുടെയും പിന്നെ വിജയ് മല്യയുടെയും പൈസ അല്ല പോണത്, സാധാരണക്കാരൻ്റെ പൈസ പോണത്. എന്താണ് നമ്മുടെ സുരക്ഷിതത്വം? ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല പറയണത്. പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങും പിന്നെ സെക്രട്ടേറിയറ്റ് പിക്കറ്റിങ്ങും മാത്രം കൊണ്ട് കാര്യമില്ല. ഇത്തരം ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപരോധം വേണ്ടത്. ഈ നാറികളെ ഒരു വിചാരണയും ചെയ്യരുത്, വെടിവെച്ച് കൊല്ലണം. വെടിവെച്ച് കൊല്ലല്ലെങ്കിൽ അവൻ്റെ കയ്യോ കാലോ വെടിവെച്ചിട്ട് തളർത്തണം, ദുരിതം അനുഭവിച്ച് മരിക്കണം. എത്ര സ്ത്രീകൾ ഇപ്പം നമ്മളെ അറിയണ കുറേ പിന്നെ ഒപ്പം പഠിച്ച കുട്ടികളുടെയൊക്കെ അവരുടെയൊക്കെ ദയനീയമായ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയണത്? പക്ഷെ എല്ലാവരും സിനിമാ നടികളൊന്നല്ല, എല്ലാവരും പിന്നെ പ്രബുദ്ധരായ സ്ത്രീകളൊന്നല്ല. അവർക്കും വേണ്ടേ ജീവിക്കുക? അവർക്ക് കുടുംബവും കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഇല്ലേ? ഇത് നാളെ ഈ വീഡിയോ ഒന്നും ഈ പിന്നെ മോർഫ് ചെയ്ത ഫോട്ടോസൊന്നും എവിടേക്കും പോവില്ല. ഈ പേരക്കുട്ടികളടക്കം ഇത് കാണുകയാണ്. പേരക്കുട്ടികളെ ഒപ്പം പഠിക്കണ കുട്ടികളും അറിയില്ല. എൻ്റെ അമ്മമ്മയുടെ നേക്കഡ് ഫോട്ടോ ഇതാറിട്ട് കാണിച്ചു കൊടുക്കില്ലേ ഒരു കാലം കഴിഞ്ഞാൽ? അപ്പം ഇവരെ വെടി വെച്ച് കൊല്ലണം. അതിന് മോഡി പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അക്കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിമിനലിനെ വെടിവെച്ചുകൊണ്ട് ഒന്ന് കൊന്നുകൊണ്ട് കാര്യമില്ല. ഇത്തരം ആളുകളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഇതിന് കേരളത്തിലെ 20 MP ഒറ്റക്കെട്ടായിട്ട് ഇക്കാര്യത്തിൽ. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത്. മൊബൈൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, പക്ഷെ അത് ദുരുപയോഗം ചെയ്യണ ആളുകളെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ഒരു സിം എടുക്കണം വെച്ചാൽ നമ്മളെ ഫോട്ടോ എടുക്കണോ, നമ്മളെ ID കാർഡ് കൊടുക്കണോ, അത് ലിങ്ക് ചെയ്ത് OTP വന്നിട്ടാണ് നമുക്കൊരു പിന്നെ സിം കിട്ടണത്. പിന്നെ എവിടേക്കാണ് ഇതിൻ്റെ പോക്ക്? നമ്മളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ എങ്ങനെ കഴിയണു? അപ്പം എന്താണ് ഇതിന് സുരക്ഷിതത്വം? ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഭരണഘടനയിൽ പാർലമെൻറ്റിൽ പോണ MP-മാർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലേ? പ്രമേയം പാസ്സാക്കണം ഒറ്റക്കെട്ടായിട്ട്. ഇക്കാര്യത്തിൽ നിയമ നടപടികൾ വേണം. ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലണം. പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കണ വീഡിയോസ് പോസ്റ്റ് ചെയ്യണവരെ ഒരു ദാക്ഷിണ്യം ഉണ്ടാവരുത്. അതിഞ്ഞ് മോഡി ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാവിധ അഭിനന്ദനങ്ങളും എൻ്റെ വക ആദ്യ പറയുകയാണ്. ഇതിന് ഇന്ത്യ ഗവൺമെൻറ്റാണ് ഈ ഒരു പിന്നെ കാര്യം ഏറ്റെടുത്തിട്ട് നടപ്പിലാക്കേണ്ടത്, നിയമം നിർമ്മിക്കേണ്ടത്. പാർലമെൻറ്റ് കൃത്യമായ നിയമം പാസ്സാക്കണം. കാരണം മറ്റുള്ള എവിടെ ഇല്ലല്ലോ. ഇപ്പം ദുബായിൽ ഇതേപോലെ നടക്കണുണ്ടോ? ഒറ്റ ചെയ്യോ, രണ്ടാമത് അവൻ്റെ കയ്യോ കാലം ഉണ്ടാവില്ല, അവൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. ചൈനയിൽ നടക്കണുണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഇതൊക്കെ നടക്കണത്? വേറെ എവിടെയെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഒരിക്കലും ഉണ്ടാവില്ല. ഇന്ത്യയിൽ പിന്നെ എന്ത് തെമ്മാടുത്തോ നടക്കും. നിങ്ങൾ കുട്ടികളെ തല്ലിച്ചതച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇത്തരം ആളുകളെയാണ് തല്ലിച്ചതച്ച് കയ്യും കാലും തച്ചൊടിച്ച് അവിടെ കടത്തേണ്ടത്.